നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ISLൽ ഇന്നലെ ATK മോഹൻ ബഗാൻ വേഴ്സസ് FC ഗോവ മത്സരമായിരുന്നു. കരുത്തരായ ടീമുകൾ ഏറ്റുമുട്ടിയപ്പോൾ FC ഗോവയ്ക്കൊരു വമ്പൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ 5 ഗോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ATK മോഹൻ ബഗാൻ ഒരു ഗോൾ മാത്രമാണ് FC ഗോവയുടെ പോസ്റ്റിലേക്ക് അടിച്ചത്. 4 ഗോളുകൾ തിരിച്ച് FC ഗോവ ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പോസ്റ്റിലേക്കും അടിച്ചുകൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 2 ടീമുകളുടെ മത്സരമായിരുന്നു കണ്ടത്. പക്ഷേ FC ഗോവയുടെ തട്ടകത്തിൽ തന്നെയായിരുന്നു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് ഇന്ന് ISLൽ 2 മത്സരങ്ങളാണ്. ആദ്യ മത്സരത്തിൽ നേരിടാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ആ മത്സരം 5:30-ക്കാണ് നടക്കുന്നത്. ബാംഗ്ലൂർ FC ഇപ്പോൾ കുറച്ച് മത്സരങ്ങളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ISLൽ അതായത് ക്രിസ്തുമസിൻ്റെ തലേന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC മത്സരമായിരുന്നു ഇന്ന് രണ്ടാമത് നടക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം തന്നെയാണ്. കാരണം ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിജയം കരസ്ഥമാക്കി. ആ മത്സരം അടിപിടിയിൽ തന്നെ കലാശിക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല. അതേപോലെ തന്നെ മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ അഡ്രിയാൻ ലൂണയുടെ അഭാവം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരാധകർ ചെറിയ നിരാശയിലുമാണ്. എന്തായാലും സ്റ്റേഡിയം മൊത്തം മഞ്ഞപ്പടയുടെ ആരാധകരെ കൊണ്ട് നിറയുമെന്ന് 100% ഉറപ്പിക്കാം. ടിക്കറ്റുകളെല്ലാം ഇപ്പോൾ ഫുൾ വിറ്റ് തീർന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ കൊച്ചിയിൽ ഇന്ന് പോയി മത്സരം കാണുന്നവരാണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെക്കുറിച്ച് ഇവാൻ ആശാൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലൂണയുടെ പകരക്കാരനെ ജനുവരിയിൽ ടീമിലെത്തിക്കുമെന്നാണ്, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതുമാണ് ഇവാൻ ആശാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ. എന്തായാലും നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ തന്നെ ജനുവരി ആകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം താരത്തിനെ. ഇനി ഒഫീഷ്യലായിട്ട്